സിറോ മലബാർ സഭയുടെ 34ാമത് മെത്രാൻ സിനഡിന്റെ ഒന്നാം സമ്മേളനം 2026 ജനുവരി 7 സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട മൗണ്ട് സെന്റ് തോമസിൽ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് തിരിതെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സിറോ മലബാർ സഭയുടെ അജപാലന ക്രമീകരണങ്ങളിൽ സമീപകാലത്തുണ്ടായ വളർച്ച, പ്രത്യേകിച്ച് 12 രൂപതകളുടെ അതിർത്തികൾ പുനഃക്രമീകരിച്ചതും കേരളത്തിന് പുറത്ത് 4 പുതിയ പ്രവിശ്യകൾ രൂപീകരിച്ചതും ഗൾഫ് മേഖലയിലെ സിറോ മലബാർ വിശ്വാസികൾക്കായി അപ്പസ്തോലിക് വിസിറ്ററെ നിയമിച്ചതും കൃതജ്ഞതാപൂർവ്വം അനുസ്മരിച്ച മേജർ ആർച്ച് ബിഷപ്പ് സിറോ മലബാർ വിശ്വാസികളുടെ അജപാലനപരവും പ്രേഷിതപരവുമായ ആവശ്യങ്ങളോടുള്ള ഭാവാത്മകവും ചരിത്രപരവുമായ പ്രതികരണങ്ങളായി അവയെ വിലയിരുത്തി. സിറോ മലബാർ സഭ 2026 ആചരിക്കുന്ന സാമുദായിക ശക്തീകരണ വർഷം കാലോചിതവും പ്രവാചകതുല്യവുമാണെന്ന് പറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പ്, ഒരു സഭയെന്ന നിലയിൽ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ കേവലം ഭരണമെന്നതിനേക്കാൾ ആഴമായ ആത്മീയ മാനമുള്ളവയാണെന്ന് തിരിച്ചറിയണമെന്ന് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ ദിലക്സിതെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ പറഞ്ഞ മിശിഹായോടുള്ള യഥാർത്ഥ സ്നേഹം ദരിദ്രരോടും ബലഹീനരോടും നിസ്സഹായരോടുമുള്ള പ്രായോഗികമായ സ്നേഹത്തിൽ നിന്നും വേർപെടുത്താനാവില്ലെന്ന ആശയത്തെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ സഭയുടെ ചൈതന്യവും വിശ്വാസ്യതയും അളക്കപ്പെടുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും നിശബ്ദരാക്കപ്പെട്ടവരോടും പുറംപോക്കുകളിൽ കഴിയുന്നവരോടും നാം എങ്ങനെ കരുണ കാണിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ദരിദ്രർ, കൃഷിക്കാർ, കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ, നീതി നിഷേധിക്കപ്പെടുന്നവർ എന്നിവരോടുള്ള നമ്മുടെ കരുതൽ അജപാലനപരമായ മുൻഗണനകളിലും തീരുമാനങ്ങളിലും പ്രായോഗികമായി പ്രകടമാകുന്ന ഒരു വർഷമായി 2026 മാറണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസ മേഖലകളിൽ പിന്നോക്കാവസ്ഥയിലായ സഭാംഗങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധമായും അനുകമ്പയോടെയും നോക്കിക്കാണുവാനും സമുദായത്തിന്റെ വളർച്ചയ്ക്കായുള്ള കർമ്മ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുവാനുമുള്ള അവസരമായി ഈ വർഷം പ്രയോജനപ്പെടുത്തണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. സാമുദായിക ശക്തീകരണം എന്നത് കേവലമൊരു കാര്യപരിപാടിയോ മുദ്രാവാക്യമോ അല്ല, മറിച്ച് സുവിശേഷത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന സഭാപരമായ പ്രതിബദ്ധതയാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കൂട്ടായ്മയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും മുറിവേറ്റയിടങ്ങളിൽ അനുരഞ്ജനം സാധ്യമാക്കുവാനും നമ്മുടെ സഭാ സമൂഹത്തിലെ ഒരംഗവും ഒഴിവാക്കപ്പെട്ടവരോ കേൾക്കപ്പെടാത്തവരായി അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാനും ഇത് നമ്മെ ക്ഷണിക്കുന്നുവെന്നും മാർ റാഫേൽ തട്ടിൽ പിതാവ് കൂട്ടിച്ചേർത്തു. പുതിയ സിറോ മലബാർ സഭാ പ്രവിശ്യകളുടെ തലവന്മാരായി സ്ഥാനമേറ്റെടുത്ത മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര, മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, മാർ പ്രിൻസ് പാണയങ്ങാടൻ എന്നിവരെ മേജർ ആർച്ച് ബിഷപ്പ് അഭിനന്ദിക്കുകയും സിറോ മലബാർ മെത്രാൻ സെന്ററിലേക്ക് പുതിയ അംഗങ്ങളായി എത്തിയ ബെൽത്തങ്ങാടി രൂപതാധ്യക്ഷൻ മാർ ജെയിംസ് പട്ടേരിൽ, ആദിലാബാദ് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് തച്ചാപറമ്പത്ത് എന്നിവർക്ക് സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. 2026 ജനുവരി 6 വൈകിട്ട് ധ്യാന ചിന്തകളോടെ ആരംഭിച്ച സിനഡ് ജനുവരി 10 ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള 53 മെത്രാന്മാരാണ് സിനഡിൽ സംബന്ധിക്കുന്നത്.